നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. മഴക്കാലത്ത് നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. വേനൽക്കാലത്ത് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയിലിരുന്ന് ആസ്വദിക്കാം. അപ്പം നമ്മുടെ വീടിൻ്റെ ആ മനോഹരമായ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമുക്ക് നോക്കാം. കൂരോട്ടുപാറ എന്ന സ്ഥലത്ത് 2-3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ പുളിയിലക്കാട്ടുപടി, അത് റോഡ് എൻഡ് തീരുന്നിടത്താണ്. അത് വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ അതിലേറെ പ്രിയപ്പെട്ട വെള്ളച്ചാട്ടം എന്ന് പറയാനായിട്ട് നമ്മുടെ ഇതും പ്രിയപ്പെട്ടതാണ്, നമ്മുടെ ഈ വെള്ളച്ചാട്ടം. അപ്പം അതിലൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതാരും അങ്ങനെ ഫേമസ് ആക്കിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ വന്നിട്ടില്ല. മഴക്കാലത്ത് വരാനാണ് രസമായിട്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞും ഒക്കെ ഇരുന്ന് പണ്ടത്തെ കാരണന്മാർ സൊറ പറയാനൊക്കെ ഉള്ള ഒരു നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉള്ളത്. അനിയൻ പുള്ളിയോട് നേരെ വരാൻ പറഞ്ഞു. അവന് പറഞ്ഞാണല്ലോ വരുന്നത്. എന്തോ കഴിച്ചിട്ടുണ്ടോ? എന്താ സാധനം? മിസ്റ്റേക്കാന്ന് മനസ്സിലായി. ബ്ലാക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. ബ്ലൂ കളർ സാധനം. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് നല്ലപോലെ ചാടുമ്പോൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നല്ല പതപതപ്പായിട്ടാണ് ഒഴിയുന്നത്. അത് മാത്രമല്ല താഴെ കുളിക്കാനായിട്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വെള്ളച്ചാട്ടമാണിത്. മഴക്കാലത്ത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമാത്രമല്ല ഈ ഒഴുകുന്ന വെള്ളം താഴോട്ടാണ് പോകുന്നത്. അപ്പം ഏതായാലും നല്ലൊരു വെള്ളച്ചാട്ടമാണ് കൂരോട്ടുപാറ. നമ്മുടെ KK റോഡിലാണ് ഉള്ളത്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 3 തോടുകൾ കൂടി ഇവിടെ വരുന്ന പുഴയായിരുന്നു. പുഴ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലം. ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാനും കാണാനും ഇരിക്കാനും ഒക്കെയുള്ള നല്ല പ്രകൃതിഭംഗിയായ സ്ഥലം. അപ്പോൾ ഏതായാലും ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്നും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എപ്പിസോഡല്ല, ചെറിയൊരു ഇൻഫോർമേഷൻ, അത്രയേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നൊന്ന് ആസ്വദിക്കാം, അടിച്ചു പൊളിക്കാം അല്ലേ? അപ്പോൾ ഓക്കെ.